ലൂമൺ യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ 36ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 15-16 അധ്യായങ്ങളും ലേവ്യരുടെ പുസ്തകം 11ാമത്തെ അധ്യായവും സങ്കീർത്തനങ്ങളിൽ 71ാമത്തെ അധ്യായവുമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 15ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത് 2 ഭാഗമായിട്ടാണ് 15ാമത്തെ അധ്യായത്തിൽ വിഷയം പ്രതിപാദിക്കപ്പെടുന്നത്. ആദ്യ ഭാഗത്ത് ദൈവം ചെങ്കടലിൽ നിന്ന് വിമോചിപ്പിച്ചതിന് നന്ദി സൂചകമായിട്ട് ദൈവജനം ദൈവത്തെ സ്തുതിക്കുന്ന ഭാഗമാണ്. 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഈ സ്തുതിപ്പിൻ്റെ ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഭാഗത്ത് ഇതിൻ്റെ നേരെ വിപരീതമായിട്ട്, സ്തുതിക്ക് വിപരീതമായിട്ട് വരുന്നത് പരാതി പറയലാണ്. ആ പരാതി പറയുന്ന ഭാഗങ്ങളാണ് 2ാം ഭാഗത്തിൽ ഈ 15ാം അധ്യായത്തിൽ നമ്മൾ കാണുക. മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള 2 വ്യത്യസ്ത ഭാവങ്ങൾ. ആദ്യ ഭാഗത്ത് കാണുന്നത് കർത്താവേ അങ്ങ് രാജാവാണ്, കർത്താവേ അങ്ങ് യോദ്ധാവാണ്, അങ്ങ് രക്ഷകനാണ്, വീണ്ടെടുക്കുന്നവനാണ് എന്നൊക്കെയുള്ള സ്തുതിയുടെ കീർത്തനങ്ങളാണ്. 20ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രവാചികയായിട്ടുള്ള മിരിയാമിൻ്റെ നേതൃത്വത്തിൽ സ്തുതിക്കുന്നതൊക്കെ അവിടെ കണ്ട് മുട്ടും. 2ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ പരാതിയുടെ പശ്ചാത്തലമാണ്. 3 ദിവസം യാത്ര പിന്നിട്ടിട്ടും കുടിവെള്ളം പോലും ലഭിക്കാതിരുന്ന മരുഭൂമി യാത്രയുടെ അനുഭവം. എന്നിട്ട് വെള്ളം കണ്ടെത്തുന്നു മാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച്. എന്നാൽ ആ കണ്ടെത്തിയ ജലം കുടിക്കാനായിട്ട് യോഗ്യമായതായിരുന്നില്ല, കയ്പുള്ളതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുക. ഈ കയ്പുള്ള ജലം കണ്ടെത്തുന്ന ജനം അവിടെ പിറുപിറുപ്പ് ആരംഭിക്കുകയാണ്. പരാതി, പിറുപിറുപ്പൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചിന്തയനുസരിച്ച് മാരകപാപമാണ്. ജനം പിറുപിറുത്തപ്പോൾ ദൈവം മോശയ്ക്ക് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുക്കുകയാണ്. ആ തടിക്കഷ്ണം മുറിച്ച് മോശ വെള്ളത്തിലിട്ടു. മാറായിലെ കയ്പുള്ള ജലം ആ തടിക്കഷ്ണം മുറിച്ച് വെള്ളത്തിലിടുമ്പോൾ അത് മധുരിക്കുന്ന വെള്ളമായിട്ട് മാറുന്നത് ഈ അധ്യായത്തിൽ നാം കാണണം. ദൈവിക പദ്ധതിയുടെ സൗന്ദര്യം കണ്ടെത്തുന്നത് ഈ നല്ല ചിന്തകളിലൂടെ നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാണ്. കയ്പ് വന്നപ്പോൾ മരത്തിലേക്ക് നോക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഇതൊരു തടിക്കഷ്ണത്തിൻ്റെ വിഷയം മാത്രമല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മലയിൽ ദൈവം ഒരു തടിക്കഷ്ണം നാട്ടി. ആ മരത്തിൻ്റെ പേരാണ് കുരിശുമരം. ഭാരം വരുമ്പോൾ, രോഗം വരുമ്പോൾ, എടുത്താൽ പൊങ്ങാത്തതായിട്ട് നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുന്ന സമയത്ത് കർത്താവ് പറയും, ആ തടിക്കഷ്ണത്തിൽ നോക്കാൻ. കുരിശിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെയൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുക. ദുഃഖിക്കുന്ന മനുഷ്യ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കുരിശിലുണ്ടെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ. മോശയോട് പറഞ്ഞത് ഓർക്കുക, ഈ തടിക്കഷ്ണം എടുത്ത് വെള്ളത്തിലിടൂ. നമ്മുടെ ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളിലേക്ക് ഈ കുരിശെടുത്തിടാൻ, മകനെ മകളെ, അത് നിനക്ക് സൗഖ്യത്തിന്, അത്ഭുതത്തിന് കാരണമാകുന്നുവെന്ന് ഈ അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് നമ്മൾ 16ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1 മാസം കഴിഞ്ഞ് മരുഭൂമിയിലൂടെ ഈ ജനം യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും നടുവിൽ ആയിരിക്കുന്ന അവസ്ഥയുടെ നന്മയും ആയിരുന്ന അവസ്ഥയുടെ അടിമത്തവും മറന്നു കളയുന്ന പൈശാചിക അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. മോശയ്ക്കും അഹ്റോനുമെതിരെ ജനം പിറുപിറുക്കാൻ തുടങ്ങുകയാണ്. മോശ പറഞ്ഞു, ഇത് ഞങ്ങൾക്കെതിരെ അല്ല നിങ്ങൾ പിറുപിറുക്കുന്നത്, അതിനാൽ ദൈവം കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പിറുപിറുപ്പ്. ദൈവത്തിനെതിരെയാണ് നിങ്ങളുടെ ഇഷ്ടക്കേട് മുഴുവൻ. ഞങ്ങൾക്കെതിരെ പിറുപിറുക്കാൻ ഞങ്ങൾ ആരാണ്? ദൈവമാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് എല്ലാം അറിവുള്ളവൻ ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല പരാജയങ്ങളുടെയും നൊമ്പരങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയൊക്കെ
അറിവോടുകൂടി സമ്മതം കൊടുത്ത് നിങ്ങൾ ആ വഴിയിലൂടെ നടത്തുന്നവൻ ദൈവമാണ്. ആ ദൈവത്തിനെതിരെയാണ് നിങ്ങൾ പിറുപിറുക്കുന്നത്. ആഹാരത്തിനും വെള്ളത്തിനൊക്കെ വേണ്ടി പിറുപിറുത്തതിന് ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ ശിക്ഷിച്ചതായിട്ട് കേട്ടിട്ടില്ല. മാത്രമല്ല, അതിനുടനടി പരിഹാരം കണ്ടെത്താനുള്ള ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് പലപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട്. ആകാശത്ത് നിന്ന് ഇവിടെ മന്ന കൊടുക്കുന്നതായിട്ട് കണ്ടുമുട്ടുന്നു. ഒരിക്കലും മനസ്സിലാകാത്ത ഒരു രഹസ്യത്തിൻ്റെ ആരംഭമാണ് മന്നയിലൂടെ കൊടുക്കുക. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇതെന്ത് എന്നാണ്. ഇതെന്ത്? മന്ന ദൈവദൂതന്മാരുടെ അപ്പം എന്നാണ് പറയുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 78-ാം അധ്യായം 24-ാമത്തെ വചനത്തിലും ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 20-ലൊക്കെ പറയുന്നതാണ് ദൈവദൂതന്മാരുടെ അപ്പമായിട്ടുള്ള മന്നയെക്കുറിച്ച്. തുടർന്ന് ദൈവം മോശയോട് 3 നിയമങ്ങൾ പറയുകയാണ്. ഒന്ന്, ഇത് ഓരോ പ്രഭാതത്തിലും ശേഖരിക്കേണ്ടതായിട്ട് പറയുകയാണ് മന്നയെക്കുറിച്ച്. രണ്ടാമതായിട്ട് പറയുക, 7-ാം ദിവസം ശേഖരിക്കരുത്, 6-ാം ദിവസം 2 ദിവസത്തേക്കുള്ളത് ശേഖരിക്കണം. സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. മൂന്നാമതായിട്ട് മോശയോട് പറയുക, വരും കാല തലമുറയ്ക്ക് കാണാൻ വേണ്ടി ഈ മന്ന സൂക്ഷിച്ചു വെക്കണം. ഇത് പുതിയ നിയമത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് ഉള്ള ഒരുക്കമാണ് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. കാനാൻ നാട്ടിൽ എത്തും വരെ അവർ മന്ന ഭക്ഷിച്ചതായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് മന്ന പൊഴിഞ്ഞിട്ടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തിലേക്ക് എത്തുന്നത് വരെ പാഥേയമായിട്ട് വഴിച്ചോറായിട്ട് ഈ വിശുദ്ധ കുർബാന, അത് ഈ പറഞ്ഞ 3 നിയമങ്ങൾ പോലെ ഓരോ പ്രഭാതത്തിലും പങ്കുചേരേണ്ട വിശുദ്ധ കുർബാന അനുഭവം. സാബത്താചരണത്തിന് വേണ്ടി ഞായറാഴ്ച ബാക്കി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ദൈവാരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതിൻ്റെ ആവശ്യകത, വരുംകാല തലമുറയ്ക്ക് കാണാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കേണ്ട വിശ്വാസ പൈതൃകം തലമുറ കൈമാറ്റത്തിലൂടെ വിശുദ്ധ ബലിയിലൂടെ സ്വന്തമാക്കുന്ന ദൈവിക അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് 16-ാമത്തെ അധ്യായം അവസാനിക്കുക. തുടർന്ന് നമ്മൾ ലേവ്യരുടെ പുസ്തകം 11-ാമത്തെ അധ്യായം കാണും. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവനെന്നാണ് പറയുക. നിങ്ങൾ പരിശുദ്ധരായിരിക്കും എന്തെന്നാൽ ദൈവമായ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. എന്നെ പിന്തുടരുന്ന നിങ്ങളും ഈ പരിശുദ്ധിയിൽ മുന്നേറേണ്ടതിൻ്റെ ആവശ്യകത ലേവ്യരുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ കാണും. അവസാനമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 71-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ, കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയം വയ്ക്കുന്നു, അങ്ങാണ് എൻ്റെ പ്രത്യാശ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. ഒരു ക്രൈസ്തവ വിശ്വാസി ദൈവ സാന്നിധ്യ അവബോധത്തിൽ എപ്പോഴും പ്രത്യാശയോടെ മാത്രം ഏതെന്ത് സാഹചര്യങ്ങളിലും മുന്നോട്ട് നീങ്ങേണ്ടവനാണെന്നൊരു ഓർമ്മപ്പെടുത്തലാണ് സങ്കീർത്തന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പുറപ്പാട് അധ്യായം 15. മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്നു മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്നു കടലിലെറിഞ്ഞു. കർത്താവിൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്നു എനിക്കു രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണെൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണെൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. കർത്താവ് യോദ്ധാവാകുന്നു, കർത്താവെന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്നു കടലിലാഴ്ത്തി. അവന്റെ ധീരരായ സൈന്യാധിപർ ചെങ്കടലിൽ മുങ്ങി മരിച്ചു.
ആഴമേറിയ ജലം അവരെ മൂടി. അഗാധതയിലേക്കു കല്ലുപോലെ അവർ താണു. കർത്താവേ, അങ്ങയുടെ വലത്തുകൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലത്തുകൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു. അനന്തമഹിമയാലങ്ങ് എതിരാളികളെ തകർക്കുന്നു. കോപാഗ്നി അയച്ച് വൈക്കോലെന്ന പോലെ അവരെ ദഹിപ്പിക്കുന്നു. അങ്ങയുടെ നിശ്വാസത്താൽ ജലം കുന്നുകൂടി. പ്രവാഹങ്ങൾ നിശ്ചലമായി. കടലിൻ്റെ ആഴങ്ങൾ ഉറഞ്ഞു കട്ടയായി. ശത്രു പറഞ്ഞു, ഞാനവരെ പിന്തുടർന്നു പിടികൂടും. അവരുടെ വസ്തുക്കൾ ഞാൻ കൊള്ളയടിച്ചു പങ്കുവെക്കും. എന്റെ അഭിലാഷം ഞാൻ പൂർത്തിയാക്കും. ഞാൻ വാളൂരും, എന്റെ കരം അവരെ സംഹരിക്കും. നിന്റെ കാറ്റു നീ വീശി കടൽ അവരെ മൂടി. ഈയക്കട്ടകൾ പോലെ അവർ ആഴിയുടെ ആഴത്തിലേക്കു താണു. കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്കു തുല്യനായാരുണ്ട്? കർത്താവേ, വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങേക്കു തുല്യനായാരുണ്ട്? അങ്ങു വലത്തു കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. അങ്ങു വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങു നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു. ഇതു കേട്ട ജനതകൾ ഭയന്നു വിറച്ചു. ഫിലിസ്ത്യർ ആകുലരായി. ഏദോം പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി. മോവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു. കാനാൻ നിവാസികൾ മൃതപ്രായരായി. അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ കർത്താവേ, അങ്ങു വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നതുവരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ കരത്തിൻ്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു. കർത്താവേ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധമലയിൽ അങ്ങേക്കു വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. ഫറവോയുടെ കുതിരകൾ തേരുകളോടും
പടയാളികളോടുമൊന്നിച്ച് കടലിലേക്കിറങ്ങിച്ചെന്നപ്പോൾ കർത്താവു കടൽ വെള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു. എന്നാൽ ഇസ്രായേൽ ജനം കടലിന്റെ നടുവെ വരണ്ട ഭൂമിയിലൂടെ കടന്നുപോയി. അപ്പോൾ പ്രവാചികയും അഹറോന്റെ സഹോദരിയുമായ മിരിയാം തപ്പ് കയ്യിലെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകൾ എടുത്ത് നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു. മിരിയാം അവർക്ക് പാടിക്കൊടുത്തു. കർത്താവിനെ പാടി സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കർത്താവിനെ പാടി സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. കർത്താവിനെ പാടി സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കർത്താവിനെ പാടി സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുൻപോട്ട് നയിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്നു പേര് നൽകപ്പെട്ടു. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് ഒരു തടിക്കഷണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അവിടെ വെച്ച് അവിടുന്ന് അവർക്കൊരു നിയമം നൽകി. അവിടുന്ന് അവരെ പരീക്ഷിച്ചു. അവിടുന്ന് അരുളി ചെയ്തു. നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അതിനുശേഷം അവർ ഏലിം ദേശത്ത് വന്നു. അവിടെ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. അവിടെ ജലാശയത്തിന് സമീപം അവർ പാളയമടിച്ചു. അധ്യായം 16. ഇസ്രായേൽ സമൂഹം ഏലിമിൽ നിന്ന് പുറപ്പെട്ട് ഏലിമിനും സീനായ്ക്കുമിടയ്ക്കുള്ള സീൻ മരുഭൂമിയിലെത്തി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം മാസം 15-ാം ദിവസമായിരുന്നു അത്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുത്തു. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എന്റെ നിയമമനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. 6-ാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തു കൊണ്ടുവന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിൻ്റെ ഇരട്ടിയുണ്ടായിരിക്കും. മോശയും അഹ്റോനും
എല്ലാ ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു, കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും. പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും. കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറുപിറുപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു. ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആവലാതിപ്പെടാൻ ഞങ്ങൾ ആരാണ്? മോശ പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരും. എന്തെന്നാൽ അവിടത്തേക്കെതിരായുള്ള നിങ്ങളുടെ ആവലാതികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു. ഞങ്ങൾ ആരാണ്? നിങ്ങളുടെ ആവലാതികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല, കർത്താവിനെതിരായിട്ടാണ്. അനന്തരം മോശ അഹ്റോനോട് പറഞ്ഞു, ഇസ്രയേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവിൻ. എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ആവലാതികൾ കേട്ടിരിക്കുന്നു. അഹ്റോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി. അപ്പോൾ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായംകാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞ് വീണ് കിടന്നിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശെ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഓരോരുത്തനും തന്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് ഒരു ഒമർ വീതം ശേഖരിക്കട്ടെ. ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു. ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു. പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു. അത് പുഴുത്ത് മോശമായി. മോശ അവരോട് കോപിച്ചു. പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഉരുകിപ്പോയിരുന്നു. 6-ാം ദിവസം ഒരാൾക്ക് 2 ഓമർ വീതം ഇരട്ടിയായി അപ്പം അവർ ശേഖരിച്ചു. സമൂഹ നേതാക്കൾ വന്ന് വിവരം മോശയെ അറിയിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, കർത്താവിന്റെ കൽപ്പനയാണിത്. നാളെ പരിപൂർണ വിശ്രമത്തിന്റെ ദിവസമാണ്, കർത്താവിന്റെ വിശുദ്ധമായ സാബത്ത് ദിനം. വേണ്ടത്ര അപ്പം ഇന്ന് ചുട്ടെടുക്കുവിൻ, വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവിൻ. ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിക്കുവിൻ. മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു. അത് ചീത്തയായി പോയില്ല, അതിൽ പുഴുക്കൾ ഉണ്ടായതുമില്ല. മോശ പറഞ്ഞു, ഇന്ന് കർത്താവിന്റെ വിശ്രമദിനമാകയാൽ നിങ്ങളത് ഭക്ഷിച്ചുകൊള്ളുവിൻ. പാളയത്തിന് വെളിയിൽ ഇന്ന് അപ്പം കാണുകയില്ല. 6 ദിവസം നിങ്ങളത് ശേഖരിക്കണം. 7-ാം ദിവസം സാബത്താകയാൽ അതുണ്ടായിരിക്കുകയില്ല. 7-ാം ദിവസം ജനങ്ങളിൽ ചിലർ അപ്പം ശേഖരിക്കാനായി പുറത്തിറങ്ങി. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും? കർത്താവ് നിങ്ങൾക്ക് സാബത്ത് നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 6-ാം ദിവസം അവിടുന്ന് 2 ദിവസത്തേക്കുള്ള അപ്പം നിങ്ങൾക്ക് തരുന്നത്. 7-ാം ദിവസം ഓരോരുത്തനും തന്റെ വസതിയിൽ തന്നെ കഴിയട്ടെ, ആരും പുറത്തു പോകരുത്. അതനുസരിച്ച് 7-ാം ദിവസം ജനം വിശ്രമിച്ചു. ഇസ്രായേൽക്കാർ അതിന് മന്ന എന്നു പേരു നൽകി. അത് കൊത്തമ്പാലരി പോലെയിരുന്നു. വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിന്റെ രുചിയുള്ളതുമായിരുന്നു. മോശ പറഞ്ഞു, കർത്താവിന്റെ കൽപ്പന ഇതാണ്: ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോരുമ്പോൾ
മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്ന അപ്പം നിങ്ങളുടെ പിൻതലമുറകൾ കാണുന്നതിനു വേണ്ടി അതിൽ നിന്ന് ഒരു ഓമർ എടുത്ത് സൂക്ഷിച്ചു വെക്കുവിൻ. മോശ അഹ്റോനോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ ഒരോമർ മന്ന എടുത്ത് നിങ്ങളുടെ പിൻതലമുറകൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ സൂക്ഷിച്ചു വെക്കുക. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷ്യപേടകത്തിന് മുൻപിൽ സൂക്ഷിച്ചു വെച്ചു. ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നതുവരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിലെത്തുന്നതുവരെ മന്നായാണ് അവർ ഭക്ഷിച്ചത്. ഒരു ഓമർ ഒരു എഫായുടെ 10 അധ്യായം 11. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഭൂമുഖത്തെ മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നവ ഇവയാണ്. പാദം വിഭജിച്ചിരിക്കുന്നതും ഇരട്ടക്കുളമ്പുള്ളതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ അയവിറക്കുന്നതോ ഇരട്ടക്കുളമ്പുള്ളതോ ആയ മൃഗങ്ങളിൽ ഇവയെ നിങ്ങൾ ഭക്ഷിക്കരുത്. ഒട്ടകം അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളമ്പുള്ളതല്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. കുഴിമുയൽ അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളമ്പുള്ളതല്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. മുയൽ അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളമ്പുള്ളതല്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. പന്നി ഇരട്ടക്കുളമ്പുള്ളതെങ്കിലും അത് അയവിറക്കുന്നതല്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. ഇവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത്. പിണം തൊടുകയുമരുത്, ഇവ നിങ്ങൾക്ക് അശുദ്ധമാണ്. ജലജീവികളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നവ ഇവയാണ്. കടലിലും നദിയിലും ജീവിക്കുന്ന ചിറകും ചെതുമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ കടലിലും നദികളിലും പറ്റം ചേർന്ന് ചരിക്കുന്നവയും അല്ലാത്തവയുമായ ജലജീവികളിൽ ചിറകും ചെതുമ്പലുമില്ലാത്തവ നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കട്ടെ. അവ നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കണം. അവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത്. അവയുടെ പിണം നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കട്ടെ. ചിറകും ചെതുമ്പലുമില്ലാത്ത ജലജീവികളെല്ലാം നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കണം. പക്ഷികളിൽ നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കേണ്ടവ ഇവയാണ്. ഇവ നിങ്ങൾ ഭക്ഷിക്കരുത്. ഇവയെല്ലാം നിന്ദ്യമാണ്. എല്ലാ തരത്തിലും പെട്ട കഴുകൻ, ചെമ്പരുന്ത്, കരിമ്പരുന്ത്, പരുന്ത്, പ്രാപ്പിടിയൻ, കാക്ക, ഒട്ടകപ്പക്ഷി, രാനത്ത്, കടൽപ്പാത്ത, ചെങ്ങാലിപ്പരുന്ത്, മൂങ്ങ, നീർക്കാക്ക, കൂമൻ, അരയന്നം, ഞാറപ്പക്ഷി, കരിങ്കഴുകൻ, കൊക്ക്, എരണ്ട, കാട്ടുകോഴി, നരിച്ചീർ. ചിറകുള്ള കീടങ്ങളിൽ 4 കാലിൽ ചരിക്കുന്നവയെല്ലാം നിന്ദ്യമാണ്. എന്നാൽ ചിറകും 4 കാലുമുള്ള കീടങ്ങളിൽ നിലത്ത് കുതിച്ചു ചാടുന്നവയെ ഭക്ഷിക്കാം. അവയിൽ വെട്ടുകിളി, പച്ചക്കുതിര, വണ്ട്, വിട്ടിൽ ഇവയുടെ എല്ലാ വർഗങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ 4 കാലും ചിറകുമുള്ള മറ്റെല്ലാ കീടങ്ങളും നിങ്ങൾക്ക് നിന്ദ്യമാണ്. ഇവ നിങ്ങളെ അശുദ്ധരാക്കും. ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ഇവയുടെ പിണം വഹിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകട്ടെ, അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. പാദം വിഭക്തമെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തതും അയവിറാക്കാത്തതുമായ സകല മൃഗങ്ങളും നിങ്ങൾക്ക് അശുദ്ധമാണ്. അവയെ സ്പർശിക്കുന്നവരും അശുദ്ധരായിരിക്കും. 4 കാലികളിൽ നഖമുള്ള പാദങ്ങളോട് കൂടിയവ നിങ്ങൾക്ക് അശുദ്ധമാണ്. അവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവയുടെ പിണം വഹിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം, വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അവ നിങ്ങൾക്ക് അശുദ്ധമാണ്. ഭൂമിയിലെ ഇടജന്തുക്കളിൽ നിങ്ങൾക്ക് അശുദ്ധമായവ കീരി, എലി, വിവിധതരം ഉടുമ്പുകൾ, പല്ലി, ചുമർപ്പല്ലി, മണൽപ്പല്ലി, അരണ, ഓന്ത് എന്നിവയാണ്. ഇടജന്തുക്കളിൽ അശുദ്ധമായ ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ഇവയുടെ പിണം ഏതെങ്കിലും വസ്തുവിന്മേൽ വീണാൽ അതും അശുദ്ധമാകും. അത് മരം കൊണ്ടുണ്ടാക്കിയ ഉപകരണമോ വസ്ത്രമോ തോലോ ചാക്കോ ഉപയോഗയോഗ്യമായ ഏതെങ്കിലും പാത്രമോ ആകട്ടെ, അത് വെള്ളത്തിലിടണം. വൈകുന്നേരം വരെ അത് അശുദ്ധമായിരിക്കും. അനന്തരം ശുദ്ധമാകും. പിണം മൺപാത്രത്തിൽ വീണാൽ അതിലുള്ളവയും അശുദ്ധമായിത്തീരും. അത് ഉടച്ചു കളയണം. അതിലെ വെള്ളം ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥത്തിൽ വീണാൽ അത് അശുദ്ധമാകും. അതിലുള്ള ഏത് പാനീയവും അശുദ്ധമായിരിക്കും. പിണത്തിന്റെ അംശം എന്തിലെങ്കിലും വീണാൽ അത് അശുദ്ധമാകും. അടുപ്പോ അഗ്നികലശമോ ആകട്ടെ, അത് ഉടച്ചു കളയണം.
അത് അശുദ്ധമാണ്. അശുദ്ധമായി നിങ്ങൾ കരുതുകയും വേണം. പിണം സ്പർശിക്കുന്ന എന്തും അശുദ്ധമാകുമെങ്കിലും ജലസമൃദ്ധമായ അരുവികൾക്കും ഉറവകൾക്കും അത് ബാധകമല്ല. വിതയ്ക്കാനുള്ള വിത്തിൽ പിണത്തിന്റെ അംശം വീണാലും അത് ശുദ്ധമായിരിക്കും. എന്നാൽ നനച്ച വിത്തിൽ പിണത്തിന്റെ അംശം വീണാൽ അത് നിങ്ങൾക്ക് അശുദ്ധമായിരിക്കും. മൃഗം നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണെങ്കിലും ചത്തുപോയാൽ അതിൻ്റെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നവൻ തൻ്റെ വസ്ത്രം കഴുകണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അത് വഹിക്കുന്നവനും തൻ്റെ വസ്ത്രം കഴുകണം. അവനും വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ഇടജന്തുക്കളെല്ലാം നിന്ദ്യമാണ്. വാർദ്ധക്യത്തിലും കിന്നരം മീട്ടി കർത്താവിനെ സ്തുതിക്കുന്ന സങ്കീർത്തകനെ 71 സങ്കീർത്തനത്തിൽ നാം കണ്ടുമുട്ടുന്നു. ജീവിതത്തിൻ്റെ സായാഹ്നങ്ങൾക്ക് ദൈവസ്തുതിയുടെ നിറപ്പകർച്ചയേകാൻ ഈ സങ്കീർത്തനം നമ്മെ സഹായിക്കട്ടെ. കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാനൊരു നാളും ലജ്ജിക്കാനിടയാക്കരുതേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എന്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. അങ്ങെനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആയിരിക്കണമേ. അങ്ങാണെൻ്റെ അഭയശിലയും ദുർഗവും. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, നീതികെട്ട ക്രൂരന്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, അങ്ങാണെന്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണെന്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണെന്നെ എടുത്തത്. ഞാനെപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ പലർക്കും
ഭീതിജനകമായ അടയാളമായിരുന്നു. എന്നാൽ അവിടുന്നാണ് എൻ്റെ സുശക്തമായ സങ്കേതം. എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു. വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ. എൻ്റെ ശത്രുക്കൾ എന്നെപ്പറ്റി സംസാരിക്കുന്നു. എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കൂടിയാലോചിക്കുന്നു. ദൈവം അവനെ പരിത്യജിച്ചിരിക്കുന്നു. പിന്തുടർന്ന് അവനെ പിടികൂടുവിൻ. അവനെ രക്ഷിക്കാനാരുമില്ല എന്നവർ പറയുന്നു. ദൈവമേ, എന്നിൽ നിന്നകന്നിരിക്കരുതേ. എൻ്റെ ദൈവമേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എന്നെ കുറ്റം പറയുന്നവർ ലജ്ജിക്കുകയും സംഹരിക്കപ്പെടുകയും ചെയ്യട്ടെ. എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നവരെ നിന്ദനവും ലജ്ജയും മൂടട്ടെ. ഞാനെപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ്. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങു പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. ദൈവമേ, വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ
പരിത്യജിക്കരുതേ. വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എനിക്കിടയാക്കണമേ. ദൈവമേ, അങ്ങയുടെ ശക്തിയും നീതിയും ആകാശത്തോളം എത്തുന്നു. ദൈവമേ, വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങേക്കു തുല്യനായാരുണ്ട്? ദാരുണമായ കഷ്ടതകൾ അവിടുന്നെനിക്കു വരുത്തി. എങ്കിലും അവിടുന്നെനിക്കു നവജീവൻ നൽകും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്നെന്നെ കരകയറ്റും. അവിടുന്നെന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. എന്റെ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ചു പുകഴ്ത്തും. ഇസ്രയേലിന്റെ പരിശുദ്ധനായവനെ കിന്നരം മീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും. ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങു രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കും. എൻ്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും. എന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരും അപമാനിതരും ആയിത്തീർന്നു.